എല്ലാരും കൂടെ അവിടെ കിടന്ന് തിക്കിയിട്ട് കാര്യമില്ല. ഞാൻ രണ്ടുപേരെ ഇതിനകത്ത് വെച്ച് കയറ്റത്തുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് എല്ലാം കൂടെ ഉന്തി ഉരുട്ടി ഇങ്ങോട്ട് വന്നോളൂ മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഇത്തിരി പുറകോട്ട് ഇറങ്ങിക്ക്. ഓ എന്റെ ദൈവമേ, ഇവരുടെ ജാട കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മഹാരാജ് ഇവര് ഭരിക്കണ പോലെയാ. പറഞ്ഞോ? ഇല്ല ഒന്നുമില്ല. ഫോട്ടോ എടുക്കാൻ വന്നല്ലേ? അതെ. ഇങ്ങോട്ട് മാറിയിരിക്കും, ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ടൊന്ന് നേരെ നിക്ക്. എന്തായി കാണിക്കുന്നത്? എന്താണ്? ഒന്ന് നേരെ നിൽക്കൂ കൊച്ചേ. അല്ല, ഞങ്ങള് ഫോട്ടോ എടുക്കുമ്പോ ക്യാമറ കണ്ട ഇങ്ങനെയാണ് നിക്കാറ്. സ്റ്റഡി ആയിട്ട് നിക്ക്. മതി. വേഗാവോ ഇത്? ആക്കാ, ഇത് ഇച്ചിരി താമസമുണ്ട്. സർക്കാർ കാര്യാ. അങ്ങോട്ട് മാറിക്ക്, വിളിക്കാം. മോളെ അമ്മ വാ. മോളെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. ദീപാകരനല്ലേ? മോള് പറഞ്ഞ പേപ്പറെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഉണ്ടോ? ഓ അതെ. എന്റെ പൊന്നുമോളെ, ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ലേണേഴ്സ് എഴുതാൻ പോകുമ്പോൾ എല്ലാം മറന്നുപോയി. ഇതുവരെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇനി എടുത്താ കിട്ടുവോ? അല്ല, ഇപ്പൊ പുതിയൊരു സിസ്റ്റം വന്നത് മോൾ അറിഞ്ഞില്ലേ? അത് ഞാൻ അറിഞ്ഞു. അത് പ്രകാരം എന്റെ കൊച്ചുമക്കൾ പറഞ്ഞ് അപ്പം പോയി ഒന്ന് അപ്ലൈ ചെയ്. ഞങ്ങൾ 5-6 പേര് വളഞ്ഞിരുന്ന് ലേണേഴ്സിന്റെ ഉത്തരവെല്ലാം അടിച്ചു തരാറ്. അപ്പൊ പിന്നെ എന്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഓൺലൈൻ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുക എല്ലാരും. അതെ ഇവിടെ സിഗ്നേച്ചർ ഒന്ന് ഒപ്പിട്ടേ. കണ്ണൊന്നും പിടിക്കണില്ല. അയ്യോ, അപ്പൊ കണ്ണും കാണത്തില്ലേ? അതൊന്നും കുഴപ്പമില്ല. എവിടെയാണ്? ഇവിടെ. അവിടെയാ? മതിയാ, ഞാൻ ശരിയാക്കി വെക്കാം. നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ഞാൻ അവിടെ ഇരിക്കണോ? വേണ്ട, ഞാൻ ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞ് വിളിച്ചോളാം. ഗുഡ് മോർണിംഗ് മാഡം. അതെ, എൻ്റെ റേഷൻ കാർഡിൽ നിന്ന് പേരൊന്ന് മാറ്റിയിട്ട് എൻ്റെ കുടുംബത്തിലോട്ടൊന്ന് ആക്കി തരണം. മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയും. വ്യക്തമായിട്ട് വെച്ചാൽ ഇപ്പൊ എൻ്റെ പേര് കിടക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലെ റേഷൻ കാർഡിലാണ്. അപ്പൊ അത് മാറ്റിയിട്ട് എൻ്റെ കുടുംബത്തിലോട്ടൊന്ന് ആക്കി തരണം. അങ്ങനെ ആക്കാൻ പറ്റത്തില്ലേ? പറ്റും, പക്ഷെ ഇപ്പൊ അങ്ങനെ മാറ്റേണ്ട കാര്യം എന്തുവാ? മാറ്റേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനേ ഒരു മുതുക അലമാടനെ പ്രേമിച്ചിട്ട് ഈ നാട്ടിലോട്ട് ഒളിച്ചോടി വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അയാൾ ഒരു പണിക്കും പോകത്തില്ല, ഇങ്ങനെ ഗുണ്ടയായിട്ട് നടക്കുകയാണ്. അപ്പൊ പേര് പറഞ്ഞാൽ ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും. എന്തോ പേര്? കീരിക്കാടൻ കാർലോസ്. അയ്യോ, എന്റെ ദൈവമേ, അയാൾ ഇവിടുത്തെ പേര് കേട്ട് ഗുണ്ടയല്ലേ? എന്റെ ഈശ്വര, കുറെ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആള്. അയാൾ എന്ത്, അയാളേലും വിഷമാണ്. അയാളുടെ ഒരു തള്ളയുണ്ട്, അമ്മ. എന്റെ പൊന്നോ, ഇതുപോലത്തെ ഒരു സാധനത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുറെ ഞാൻ സഹിച്ചു. എനിക്കിപ്പോ അവരുടെ വീട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല. അത് കാരണം ഞാനിപ്പോ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുക. അപ്പൊ ഇപ്പൊ റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ എനിക്കങ്ങ് വീട്ടിലേക്ക് പോവായിരുന്നു. ഫോം ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പൊ നിലവിലുള്ള റേഷൻ കാർഡിൽ നിങ്ങളുടെ അമ്മായിയമ്മയല്ലേ റേഷൻ കാർഡ് ഉടമ അല്ലേ? എന്നിട്ട് അവരുടെ പേരും ഒപ്പുമില്ലല്ലോ ഇതില്. അവരെ എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ പേരൊന്നും. അയ്യോ, അത് പറഞ്ഞാൽ പറ്റത്തില്ല. അത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് സർക്കാർ നിയമമല്ലേ? അയ്യോ, അതെന്താന്നറിയാം മാഡം, ഞാൻ ഇനി അവരുടെ മുഖത്തോട്ട് പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞാ പോകുന്നത്. ഇനി എനിക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാ നിങ്ങൾക്ക് കാർഡും ഇല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. അത് വാങ്ങിക്കാതെ ശരിയാക്കി തരാൻ പറ്റത്തില്ല. അത് വാങ്ങിച്ചോണ്ട് വരണം. ആണോ? എടി നീ വാ, നമുക്ക് നോക്കാം. അയ്യോ സാരില്ല. അല്ല മാഡം, അവ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി തരാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർഡ് ഉടമയുടെ ഒപ്പും സമ്മതവും ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? സാമാന്യ മര്യാദയായിട്ട് ചിന്തിക്കാൻ പാടില്ല. അയ്യോ, ഇവളുടെ ഭർത്താവ്. ഞാൻ ആരാന്നറിയോ? ഇല്ല. കീരിക്കാടൻ കാർലോസ്. എനിക്കെതിരെ ശബ്ദിച്ചാണ്ടോ നിന്റെ തലയിവിടെ കിടന്നുള്ളും. മനസ്സിലായോ? ലൈസൻസ് എടുക്കാൻ. ലൈസൻസോ? എന്തോ ലൈസൻസ്? ഡ്രൈവിംഗ് ലൈസൻസ്. എനിക്കാണ് ഒരു ലൈസൻസും ഇല്ലാതെ നിൽക്കുകയാണ്. വെട്ടിപ്പിരിച്ചുകളയും. നമ്മളോട് കളിക്കുന്നു. എന്താണ് നോക്കിയിരിക്കുന്നത്? ഞാൻ കൂടെ ഉള്ളതാണ്. എല്ലാത്തിനും എന്ത് തോന്നിയ കാണിക്കുന്നത്? ഹലോ, ഈ വന്നിരിക്കുന്ന ആരെന്ന് മനസ്സിലായ? ഇവിടത്തെ ഗുണ്ട കീരിക്കാടൻ കാർലോസ്. ആധാറിൽ എന്റെ പേരൊന്ന് മാറ്റണം. മാറ്റണം. എന്ത് നോയിക്കൊണ്ടിരിക്കണത്? മാറ്റാം. അല്ല, ഈ കീരിക്കാടൻ കാർലോസ് എന്ന് പറയുന്നത് നല്ല പേരാണ്. പേര് അതുകൊണ്ടല്ലേ എന്റെ ആശ ആ പേര് അറിയപ്പെടുന്നത്. അതിപ്പോ മാറ്റേണ്ട കാര്യം എന്തുവാ? അതാ ഇത് എന്റെ ശരിക്കുള്ള പേര് അതല്ല.
അത് മാറ്റി കീരിക്കാടൻ കാർലോസ് എന്ന ആധാർ കാർഡിൽ വരുത്തണം. മറ്റേ പേര് വേണ്ട. എന്നാ ശരിക്കുള്ള പേര് പറ. ഒറിജിനൽ പേര് അവിടെ നിൽക്കട്ടെ. ഹലോ, നിങ്ങൾ എന്തിനാ അത് തിരക്കുന്നത്? ആശാനെ ഞാൻ പറഞ്ഞു കീരിക്കാടൻ കാർലോസ് എന്നും കയറ്റിയാ മതി. നിങ്ങൾക്ക് ഒറിജിനൽ പേര് അറിയണം. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ പേരറിയണം. ആശാന്റെ ഒറിജിനൽ പേര് അറിയണ്ടേ? ആ പറയണം. അമ്മിണിപ്പിള്ള. എന്തോന്ന്? അമ്മിണിപ്പിള്ള. എന്താടാ? എന്താടാ? നല്ല പേരാണല്ലോ. ആ, നല്ല പേരാണ്. കളിയാക്കണേ. നീ എന്നെ നാണം കെടുത്താൻ വന്നാണോ? ഇത് മനുഷ്യന്റെ വെട്ടത്ത് പറയരുത്. ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? വെട്ടി തല ഞാൻ താഴെ ഇടും. അമ്മണിപ്പിള്ള. ആ മെനകെട്ട തന്തയാണ് എനിക്ക് ഈ പേരിട്ട്, ഈ വൃത്തികെട്ട പേര്. ഈ ലോകത്ത് എന്തോരം നല്ല പേരുകളുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ഋതിക് റോഷൻ, സൽമാൻ ഖാൻ. എന്നിട്ട് എനിക്കിട്ടതോ ശരിയാ, അവന് ഒരു ബോധമല്ല. എന്റെ ആശാന് പെരട്ട് വെച്ചിരിക്കണ് അമ്മിണിപ്പിള്ള. ആ കിളവനെ എന്റെ നീ എന്താ ഇപ്പൊ വിളിച്ചേ? ആ പറട്ട കിളവനെ എനിക്ക് എങ്ങനെ വരുന്നറിയാം. പരട്ട കിളവനോ? ഈ പരട്ട കിളവൻ ആരാന്നറിയാമോ? എന്റെ തന്തയാണ്. എന്റെ തന്തയാന്നാണ് നീ പരട്ട കിളവനെ വിളിച്ചത്? അല്ല അല്ല ആശാന, ഞാന് ഈ ദേഷ്യം വന്നപ്പോ ആ ഒഴുക്കിൽ അങ്ങ് വന്നു പോയതാണ്. നീ കൂടുതൽ ഒഴുക്കാൻ നിന്നേ ഉണ്ടല്ലോ. നിന്റെ അസ്ഥി എടുത്ത് ഞാൻ ഏതെങ്കിലും ആറ്റിലൊഴുക്കും. ആശാനെ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം കേട്ടോ. ഇനി മേലാൽ എന്നെ ആരെങ്കിലും അമ്മിണി എന്ന് വിളിച്ചാൽ വെട്ടി പിരിച്ചു കളയും. അമ്മിണി, അമ്മിണി. അമ്മിണി എന്ന് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ അമ്മിണി എന്ന് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ലേ. ആരെന്നെ അമ്മിണി എന്ന് വിളിച്ചത്? താനേതാ? അമ്മിണി. എത്ര വയസ്സായി? 42. 42. എത്ര മക്കൾ? മക്കളില്ല. ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? ഭർത്താവ് മരിച്ചു. നീ എന്തൊക്കെയാണ് ചെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാനല്ലേ ഒന്നും പറഞ്ഞു കൊടുത്തത്. ഞാനാണോ വിധവ പെൻഷൻ അപേക്ഷിച്ചത്? ഞാനല്ല വിധവ പെൻഷൻ അപേക്ഷിച്ചത്. പിന്നെ താൻ എന്തിനാ വന്നത്? പിന്നെ അമ്മിണി എന്ന് വിളിച്ചു. ലോകത്ത് അമ്മിണി എന്ന പേര് തനിക്ക് മാത്രമേ ഉള്ളൂ. എന്തൊരു കഷ്ടമായത്. ആറ്റരികത്ത് അമ്മിണി വന്നിട്ടില്ലേ? ഇവിടെ ആരും പറയണ്ട. എന്റെ ആശാന്റെ കാര്യം ക്ലിയർ ചെയ്തിട്ട് മതി. അങ്ങോട്ട് എടോ മനുഷ്യ, ഇവിടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പേരിൽ എന്തെങ്കിലും തെറ്റോ തിരുത്തോ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാനുള്ള അപേക്ഷ കൊടുക്കാം, അത്രേ ഉള്ളൂ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പേര് മാറ്റാൻ എന്ത് ചെയ്യണം? അത് പറഞ്ഞ നിങ്ങൾ ആദ്യം സർക്കാർ പ്രസിൽ പോ, അവിടെ ഒരു അപേക്ഷ കൊടുക്കുക. അവര് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. കുറച്ച് കുഴപ്പമുള്ള കേസാ, കുറെ ബുദ്ധിമുട്ടണം. സമയം എടുക്കുവോ? ആ, ഇച്ചിരി കഷ്ടപ്പെടണം. അല്ല, നമ്മുടെ പേര് മാറ്റിട്ട് നമ്മൾ ഇവിടെ പോകുന്നുള്ളൂ. ആശാൻ അവിടെ ആശാൻ ഇന്ന് തീരുമാനമാക്കണം നമുക്ക്. അയ്യോ അല്ല, ആശാന്റെ വേറെ കേസ് പറഞ്ഞു. നമ്മൾ പേര് മാറ്റാൻ വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ ആശാന്റെ അമ്മയുടെ വിധവാ പെൻഷന്റെ കേസ് സംസാരിക്കണ്ടേ? അയ്യോ ഞാനത് നീ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ആശാനെ, ഞാൻ ഇങ്ങനെ ഗുണ്ട കയറി നിന്നപ്പോ ഞാനത് വിട്ടുപോയതാണ്. 100 കൂട്ടം കേസാണ് എന്റെ തലയിൽ. ഞാൻ വിളിച്ചോണ്ടിരാ. അമ്മ കയറി വരണം. അമ്മ വിളി. അമ്മ വരണം. അതെ, ഞാൻ പേര് മാറ്റുന്നതിന് മാത്രമല്ല വന്നത്. ഇതെന്റെ അമ്മയാണ്. അമ്മയുടെ വിധവാ പെൻഷന്റെ ഇതൊന്ന് ശരിയാക്കി തരണം. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞോളൂ. എന്നാ ഈ ഫോം ഒന്ന് പൂരിപ്പിച്ചു. ഞാൻ ഫോം ഫില്ല് ചെയ്യാനോ? ഞാനൊരു ഗുണ്ടയാണെന്ന് അറിയത്തില്ല. കീരിക്കാടൻ കാർലോസിന്റെ സ്വഭാവം അറിയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഫില്ല് ചെയ്യണോ? അത് ഈ ടി വി ഒക്കെ തല്ലിപ്പൊട്ടിച്ച കളടാ. വേണ്ട എല്ലാം നശിപ്പിക്കേ. വേണ്ട, ഞാൻ പൂരിപ്പിച്ചോളാം, പറഞ്ഞാ മതി. മര്യാദക്ക് പൂരിപ്പിക്കേ. അമ്മയുടെ പേരെന്താ? ഭാരതി. മുഴുവൻ പേര് ഭാരതി പിള്ള. വയസ്സ്? വയസ്സ് 60. ഭർത്താവിന്റെ പേര്? ഭഗീരഥം പിള്ള. മരിച്ചിട്ട് എത്ര വർഷമായി? അമ്മയ്ക്ക് അങ്ങനെയാണ്. ആശാന്റെ അച്ഛന്റെ പേര് പറഞ്ഞ അപ്പോഴേ കരച്ചിൽ വരും. അത് കേട്ട് നമ്മളും കരയും. അമ്മയ്ക്ക് അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. അല്ല, അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമെന്നറിയാം. എന്നാൽ ഇവിടുത്തെ നിയമങ്ങളല്ലേ. ഫോം പൂരിപ്പിക്കാനാ. പറയും, മരിച്ചിട്ട് എത്ര വർഷമായി? മരിച്ചിട്ട് 13 വർഷമായി. എന്നിട്ട് ഇപ്പോഴാണോ അപേക്ഷിക്കാൻ വരുന്നത്? ഇത്ര നാളെന്താ വരാഞ്ഞത്? അമ്മ ജയിലിലായിരുന്നു. അച്ഛനെ തല്ലിക്കൊന്ന 12 വർഷം ജയിലിലായിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ വിവാഹത്തിനാണ് ഇറങ്ങിയത്, റിലീസായത്. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് അപേക്ഷ ഒന്നും കൊടുത്താൽ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. അപ്പൊ ഇവര് വിധവാ പെൻഷൻ കൊടുത്താൽ ശരിയാവൂലേ? ഇല്ല. പിന്നെ എന്റെ ആശ എങ്ങനെ ജീവിക്കും? അമ്മയുടെ വിധവാ പെൻഷൻ കൊണ്ടാണോ ഇയാൾ ജീവിക്കാൻ പോകുന്നത്? തനിക്ക് നാണയില്ല. തനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ലേ? ഞാൻ ജോലി ചെയ്ത് ജീവിക്കാനോ? ഒരു ഗുണ്ടയായി ഞാൻ ജോലി ചെയ്ത് ജീവിക്കാനോ? പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടർ എല്ലാം നോക്കിട്ട് ഇപ്പൊ സെറ്റപ്പ് ആക്കി തരണം. എന്റെ ദൈവമേ, നിങ്ങൾ ഈ അപേക്ഷ ഒന്ന് ബാക്കി പൂരിപ്പിച്ച് ഒപ്പിട്ട് താ, ഞാൻ ചെയ്തു തരാം. അമ്മ അവിടെ പോയിരുന്ന് എഴുത്. ആഹാ, എടാ മക്കളെ,
ഇതെങ്ങനെ എഴുതുകൂടാ? എഴുത്തുമാനും അറിയാത്ത എന്നോടാണ് ചോദിക്കുന്നത്. പിന്നെ ഇത് എന്തായാലും മേടിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇങ്ങോട്ട് വാ ചില്ലി. ഇതിന്റെ അമ്മായിമ്മ ഇല്ലേ നിക്കണം. നീ ചെന്ന് നല്ല തഞ്ചത്തിൽ പറഞ്ഞിട്ട് അവരോട് ഒരു ഒപ്പിട്ട് മേടിക്ക്. സോപ്പിട്ട് നിക്ക്. ഒരു ഒപ്പ് വേണം. കാണിച്ചത് ലോകത്താദ്യമായിട്ടാണ് ഒരാള് ഈ തുപ്പ ചോദിച്ചു വാങ്ങിക്കുന്നത്. ഉപ്പല്ല, ഒപ്പ്. ഒപ്പോ? നിനക്ക് എന്തിനാണ് ഇപ്പൊ എന്റെ അമ്മയുടെ ഒപ്പ്? എന്തിനാ? നിങ്ങളുടെ അമ്മയുടെ ഒപ്പ് കിട്ടിയിട്ട് വേണം നിങ്ങളുടെ റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് വെട്ടിയിട്ട് എന്റെ കുടുംബത്തിൽ കൊണ്ട് ചേർക്കാനായിട്ട്. ആ കേട്ടോടാ, അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇപ്പൊ അമ്മയുടെ ഒപ്പ് ഇപ്പൊ തരുന്നില്ല. അമ്മ ഒപ്പിട്ട് കൊടുക്കരുത്. തരുന്നില്ലെങ്കിൽ എനിക്ക് മേടിക്കാനും അറിയാം. നീ അങ്ങ് മേടിക്കണം. നീ കൊറേ തിന്നുകൂട്ടിയില്ലേ, ആ ചെലവിൽ അങ്ങ് കണക്ക് കൂട്ടിയാ മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ. തള്ളേ, എന്റെ സ്വഭാവം മാറ്റല്ലേ? ആരാടി നിന്റെ തള്ള? ആരാടി തള്ള? നീ അടി തള്ള. നീ അടി തള്ള. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെയാണ് ആവശ്യം. നീ ഒരു തഞ്ചത്തിലൊക്കെ ഒരു മയത്തിലൊക്കെ പറഞ്ഞു ഒപ്പ് മേടിക്കണേ. തല്ലു പിടിക്കണേ. ഒരു മയത്തിൽ ഇച്ചിരി സമാധാനം. റിലാക്സ് റിലാക്സ് റിലാക്സ്. സ്നേഹത്തിൽ ചോയ്ക്ക്. അമ്മേ, ഓ എന്തോ അഭിനയം നീ കേട്ടോ. അമ്മേന്ന് ശോഭനയൊക്കെ ഇവളെ കണ്ടു പഠിക്കണം. അതെ. ശോഭനയൊക്കെ എന്ത് ഗംഗയിൽ നിന്ന് നാഗവല്ലിയിലേക്ക് അവർ എന്തോരം കഷ്ടപ്പെട്ടാണ് എത്തിയത്. ദേ കാട്ടുപോത്തിന്ന് പൂച്ചക്കുട്ടിയിലേക്ക് പെട്ടെന്നാ വന്നത്. നിന്റെ അഭിനയം ഇവള് മാത്രമല്ല, ഇവിടെ കുടുംബക്കാര് മൊത്തം ഭയങ്കര അഭിനയമാണ്. അത് ശരി. ആ പിന്നല്ലാതെ. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്തോ സഹിച്ച? ഇനി എനിക്ക് റേഷൻ കാർഡ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, എന്റെ വീട്ടുകാരെ പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വീട്ടുകാരെ പറഞ്ഞു നീ എന്തായി ഓടി? എന്ത് ചെയ്യുമോ കാണിച്ചു തരാം. കുറെ നാളായി ഞാൻ കളിക്കാൻ തുടങ്ങി. നമുക്ക് പോവാം. റേഷൻ കാർഡ് വേണ്ട, ഒരു കുന്തം വേണ്ട. വാ. എടോ, തനിക്ക് വല്ല കാര്യമുള്ള കാര്യത്തിലാണ് അവളെ കൂടെ തല്ലുടിക്കുന്നത്. അവള് കളരിയാടോ. കളരി. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടാ. എന്റെ ആശാനെ ശവക്കലയിലോട്ട് എടുക്കാറേ, അപ്പോഴാണ് അവള് വന്ന് പറയണത്. ഈ കുരുക്കൊന്നടിച്ച് മേലോട്ട് മുത്തേ. ഇപ്പോഴും വേനുണ്ടാ മൂത്തേ. അങ്ങനെ ഇരിക്കട്ടെ ആശാനെ, എവിടെങ്കിലും കൊണ്ടുപോയി തടവിച്ച് റെഡിയാക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇയാളെ എങ്ങനെ ആശുപത്രി എങ്ങനെ കൊണ്ടുപോകാം? നിങ്ങൾക്ക് വിധവ പെൻഷന്റെ ഫോം അല്ലേ വേണ്ടത്? അതും കൂടെ കൊണ്ടുപോകും. അയ്യോ, ഇനി വിധവാ പെൻഷന്റെ ഫോം അല്ല വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? ഒരു വികലാംഗ പെൻഷന്റെ ഫോം തന്നാ മതിയേ.